അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാറിനകത്ത് വെച്ചിട്ട് രുക്കു ചിന്നു അയക്കണ പോലെ മെസ്സേജ് അയച്ചിരിക്കുകയാണല്ലോ. ആ മെസ്സേജ് കണ്ടിട്ട് അനന്തം പറയുകയാണ്, അവിടെ എന്തോ പ്രശ്നമുണ്ട് അത്ര ചേച്ചി, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയതിന് ശേഷം അർച്ചന ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. അർച്ചന മനസ്സാകെ മൊത്തം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന പോകുമ്പോൾ തന്നെ JK ഒരു ലിഫ്റ്റ് ചോദിക്കുകയാണ്. ഹെൽമെറ്റ് വെച്ച കാരണം അർച്ചനയാണ് എന്നത് JKക്ക് മനസ്സിലാവില്ല കേട്ടോ. അർച്ചനയാണെങ്കിൽ എന്തായാലും ശരി JKയോട് സംസാരിക്കണം എന്ന് കരുതി തന്നെ ലിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നീട് JKക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയപ്പോൾ അർച്ചനയോട് നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം അർച്ചന ഹെൽമെറ്റ് മാറ്റിയാണ്. ഹെൽമെറ്റ് മാറ്റി അർച്ചനയാണെന്ന് കണ്ടപ്പോൾ JK ആകെ അന്തം വിടുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എനിക്ക് മനസ്സമാധാനമില്ലാതെ ഇങ്ങനെ നടക്കുന്നത്, എൻ്റെ പിന്നിൽ തന്നെ നടക്കുന്നത്? ഞാൻ കരിമലക്കൊടിയിൽ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തിനാണ് പിന്നെയും ഇവിടെ വന്നത്? എന്താ അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് JKയോട് സംസാരിക്കുകയാണ്. എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം നിങ്ങൾക്ക് തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ JK പറയേണ്ട, ഞാൻ ആരുടെയും മനസ്സമാധാനമൊന്നും കെടുത്തിയിട്ടില്ലല്ലോ എന്നിങ്ങനെ JK സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അമ്പലത്തിലെത്തിയ അച്ചു ചിന്നുവിനോട് ചോദിക്കുകയാണ്. അവിടെ എല്ലാം നോക്കുകയാണ് കേട്ടോ ചിന്നു, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല. അത് കാണുമ്പോൾ അച്ചു ചോദിക്കും, നീയല്ലേ പറഞ്ഞത് അവർ 8 മണിക്ക് വരുന്ന്, ഇപ്പോഴവരെവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നുവിന് ആകെ ഉത്തരമൊന്നും പറയാനില്ല കേട്ടോ. അത്രയും പറഞ്ഞതാണ്, താൻ വരുമെന്ന്, അവർ വരും എന്നുള്ളത് പ്രതീക്ഷിച്ചാണ്. അവർക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല, അത് കാരണമാണ് വന്നിട്ടില്ല. ഏട്ടന്മാർ വന്നിട്ടുണ്ടായില്ല, ഏട്ടന്മാർ വരാത്ത കാരണം ചേച്ചി വന്നിട്ടുണ്ടായില്ല. എന്താ ചിന്നു നീ ഇങ്ങനെ രാവിലെ ആളിനെ കളിപ്പിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിന് ഒന്നും പറയാൻ പറ്റാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അതേസമയം രുക്കും ചന്ദ്രയും കൂടി പറയുകയാണ്, നമ്മുടെ എല്ലാ പ്ലാനുകളും കറക്റ്റായി ഇതുവരെയും ഒരാളും അറിഞ്ഞിട്ടില്ല. ഇപ്പം എങ്ങനെ ഇരിക്കണു നമ്മുടെ പ്ലാന് എന്നിങ്ങനെ ചോദിക്കണം. അവളുടെ പ്ലാനിനെ നമ്മൾ പൊളിച്ചില്ലേ? ഏതായാലും ശരി, ഇനി അവിടുത്തെ താമസവും കൂടി മതിയാക്കി അവളെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് കെട്ടിക്കണമെന്ന് ചന്ദ്രയും രുക്കും കൂടി തീരുമാനിക്കുകയാണ്.